Hi friends, Bytz പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഹാമർ ആക്റ്റീവ് 2+. ഞങ്ങൾ ആക്ച്വലി ആപ്പിൾ എയർപോർട്ട് പ്രോന്റെ ക്ലോണ യൂണിപോഡ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ താഴെ കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആപ്പിളിന്റെ ഏതെങ്കിലും ഒരു ക്ലോൺ വാച്ചിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പം മാക്സിമം ക്ലോൺ വാച്ചസിനും വാറണ്ടി തരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു 5 to 6 months കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സാധനമാണ് ഈ ഹാമറിൻ്റെ ആക്റ്റീവ് 2+. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആപ്പിളിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം ഇവരെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഞങ്ങളിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. 2399 റുപ്പീസാണ്. നമുക്കിത് ഹാമറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ ആമസോണിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓഫറിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ബോക്സിൽ ഫസ്റ്റിൽ തന്നെ ഇവിടെ നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഫീച്ചേഴ്സൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പിറകിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ iOSലും ആൻഡ്രോയിഡും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലൂടൂത്ത് കൺട്രോളും പിന്നെ ജസ്റ്റർ കൺട്രോളും ആണ് ഇതിൻ്റെ എടുത്ത് പറയാനുള്ള ഫീച്ചേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ വാച്ചസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നതാണ് ഈ ജസ്റ്റർ കൺട്രോൾസ്. അത് ഹാമർ അതിൻ്റെ ബഡ്ജറ്റ് വാച്ചിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. Here is a watch. നോക്കാം. വാച്ച് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ആദ്യം. ദിസ് ഇസ് അവർ സ്ട്രാപ്പ്, ചാർജിങ് കേബിൾ. ഒന്ന് ഇതിൻ്റെ യൂസർ മാനുവലാണ്. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ യൂസർ മാനുവൽ കിട്ടും. പിന്നെ ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടിക്കുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 months എക്സ്റ്റെൻഡഡ് വാറണ്ടി കിട്ടും. പിന്നെ വാറണ്ടി രജിസ്ട്രേഷനും 6 months വാറണ്ടിയാണത്. ഞാനൊരു എക്സ്ട്രാ ഒരു 90 റുപ്പീസും കൂടെ കൊടുത്തിട്ട് ഒരു 6 months കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കിപ്പോൾ ഒരു 1 year വാറണ്ടി ഉണ്ട്. നമ്മുടെ ഡയൽ വന്നിട്ട് സിൽവർ കളറിലാണുള്ളത്. നമുക്കിതിനെ സ്ട്രാപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ആദ്യം റബ്ബറിഷ് സിലിക്കോൺ സ്ട്രാപ്പാണ്, ബ്ലൂ കളറിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്യുവൽ കളർ കോമ്പിനേഷൻ വന്നിട്ട് ബ്ലൂ ആൻഡ് ഗ്രേ ആണ്. ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ്. നമ്മുടെ ഈ ഒരു വാച്ച് വന്നിട്ട് ഡിസൈൻ വൈസും ലുക്ക് വൈസും ആപ്പിളിൻ്റെ അൾട്രാ വാച്ചുമായിട്ട് നല്ല പെർഫെക്റ്റ് മാച്ചിങ് ആണ്. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഇവിടെ ക്രൗൺ ബട്ടൺ, താഴെയുള്ള കൺട്രോൾ ബട്ടൺ, ലെഫ്റ്റ് സൈഡിലുള്ള ആക്ഷൻ ബട്ടൺ, പിന്നെ സ്പീക്കർ ഗ്രിൽസ്, ഇതൊക്കെ തന്നെയും ആപ്പിൾ അൾട്രാ വാച്ചിൽ സെയിം ആണ് കൊടുത്തേക്കുന്നത്. ഇതിന് ഡയൽ കവറിങ് വന്നിട്ട് അലോയ് സിങ്കിൻ്റെ മെറ്റീരിയലാണ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം സൈഡ് വന്നിട്ട് ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു പ്രീമിയം വാച്ചിൻ്റെ ലുക്ക് തന്നെ തരുന്നുണ്ട്. വൈറ്റ് കളർ Type A to ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെയും ഹാമറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വലിയ കുഴപ്പമില്ല. ലെങ്ത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്രൗൺ ബട്ടൺ വെച്ചിട്ട് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് വാച്ചിൻ്റെ മെനു ഫേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്രൗൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെനു ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ മെനു ഫീച്ചേഴ്സാണ് ഉള്ളതിൻ്റെ അതിൻ്റെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന കൺട്രോൾ ബട്ടൺ നമുക്ക് ബാക്കിനുള്ളതാണ്. പിന്നെ ഷോർട്ട് കട്ട്സ് ആക്സസ് ചെയ്യാനുള്ളതാണ്. ഷോർട്ട് കട്ട്സ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഏതാ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ക്രൗൺ ബട്ടൺ നല്ല സ്മൂത്ത് ഫംഗ്ഷനിങ് ആണ്. ഈ സ്ക്രോളിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ക്രൗൺ ബട്ടൻ്റെയും കൺട്രോൾ ബട്ടൻ്റെ ഇടയിലായിട്ട് നമുക്ക് മൈക്ക് കാണാൻ പറ്റും. ആപ്പിൾ വാച്ചിലുള്ളതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആക്ഷൻ ബട്ടൺ തന്നിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്പോർട്സ് മോഡ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ കൊടുത്തിട്ടുണ്ട് റണ്ണിങ്, വാക്കിംഗ്, ഫുട്ബോൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് സ്പീക്കർ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നോക്കിയിട്ട് എൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എൻ്റെ റിസ്റ്റ് കുറച്ച് മെലിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് വലിയതായിട്ട് കാണുന്നുണ്ട് വെക്കുമ്പോൾ തന്നെ. സംഭവം സ്മൂത്താണ്. കുറച്ച് അധികം ടൈറ്റ് ആക്കേണ്ടി വരും. നല്ല പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ, സ്മൂത്താണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആ റിസ്റ്റ് ചെറുതായതുകൊണ്ട് വാച്ച് കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട്. കുറച്ചും കൂടെ വണ്ണമുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ആകുമ്പോൾ നല്ല നല്ല ഭംഗിയുണ്ടാവും. പെർഫെക്റ്റ് ഫിറ്റാണ് ആക്ച്വലി. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്വിക്ക് ആക്സസിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡ് സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നത് ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ ഹാർട്ട് റേറ്റ് ഉണ്ട്, വെതർ കൺട്രോൾസ് ഒക്കെയാണ് വരുന്നത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ടോപ്പിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വാച്ചും സ്റ്റോപ്പ് വാച്ചൊക്കെയാണ് വരുന്നത്. സ്പോർട്സ്, മ്യൂസിക് ഇതൊക്കെയാണ് ടോപ്പ് സ്ക്രോളിങ്ങിൽ വരുന്നത്. ഡൗൺ സ്ക്രോൾ ചെയ്യുമ്പം എന്തെങ്കിലും ന്യൂ മെസ്സേജസ് ഓർ ഇമെയിൽസ് ഒക്കെ ഉണ്ടെങ്കിലുള്ള നോട്ടിഫിക്കേഷനാണ്. ലെഫ്റ്റ് സ്ക്രോളിങ്ങിൽ ഡേറ്റും ടൈമും പിന്നെ ക്വിക്ക് ആക്സസ് ബാറിലുള്ള മെസ്സേജ്, ഹാർട്ട് റേറ്റ്, ഈ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. RDFit ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് വാച്ച് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാച്ച് കണക്ട് ആയി. ഇതിൽ കാണിക്കുന്നുണ്ട് 36% ചാർജാണുള്ളത്. ഫേംവെയർ വേർഷൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ്, ടേക്ക് ഫോട്ടോ, ഇതിൻ്റെയൊക്കെ കൺട്രോൾസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, വെതർ കൺട്രോൾ, ആപ്പിൾ ഹെൽത്ത്,
നമുക്ക് ആദ്യം ഇതിലെ സിറിൻ്റെ ഫംഗ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ളത്. Hi Siri, what is the temperature? It's about 29 degrees outside. ഓക്കെ, അത്യാവശ്യം സൗണ്ടിൽ കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ സ്പേസിലായതുകൊണ്ടാണ് അത്രയും ഇതിൽ എത്ര റെക്കോർഡ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മനസ്സിലാവുന്ന അത്രയും സൗണ്ടിൽ തന്നെ സിറി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത്യാവശ്യം സൗണ്ട് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഓപ്പൺ സ്പേസിലായിട്ടും കൂടെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റൂമിലൊക്കെ ഇരുന്ന് കേൾക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വാച്ചിലാണല്ലോ പ്ലേ ആവുക എന്നുള്ളത്. നമ്മളിതിൽ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യുകയാണെങ്കിൽ വാച്ച് ഫോണുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും, പക്ഷേ മ്യൂസിക് നമുക്ക് ഫോണിൽ തന്നെ പ്ലേ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ബ്ലൂടൂത്ത് കോളിങ്ങും ജസ്റ്റർ കൺട്രോൾസും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വിളിക്കുവാണ്. ഇതിൽ കാണിക്കുന്നുണ്ട്, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഇഷി, ഇതിലൊന്ന് സംസാരിച്ച വോയിസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സ്പീക്കർ ഈസ് ഓൾസോ ഗുഡ്. ഹലോ, സ്പീക്കർ കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലാരിറ്റി ഉണ്ട്. മൈക്കിൽ നിനക്ക് കേൾക്കാൻ പറ്റുന്ന എങ്ങനെയുണ്ട്? ക്ലിയർ ആയിട്ടോ? ഓക്കെ, അപ്പോൾ കേൾക്കുന്നതും കുഴപ്പമില്ല. അപ്പോൾ സ്പീക്കറും മൈക്കും ഒക്കെ പെർഫെക്റ്റ് ആണ് ബ്ലൂടൂത്ത് കോളിങ്ങിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് ജസ്റ്റർ കൺട്രോൾസ് ആണ്. കോള് വന്നേ. ഫസ്റ്റ് ടാപ്പിലായില്ല, പക്ഷേ സെക്കൻഡ് ട്രൈയിൽ കോൾ അറ്റൻഡ് ആയിട്ടുണ്ട്. ഈ ഒരു മോഷനിൽ നമുക്ക് അറ്റൻഡ് ആവുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞെങ്കിൽ ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നും പറയാൻ പറ്റില്ല, പെർഫെക്റ്റ് ആണെന്നും പറയാൻ പറ്റില്ല. ഒരു മോഡറേറ്റ് ഓക്കെ ആണ്. നമ്മളിതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ ബ്ലൂടൂത്ത് കോളിംഗ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു 2-3 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. ഒരു മോഡറേറ്റ് യൂസാണ് ബ്ലൂടൂത്ത് കോളിംഗ് കൊടുക്കുന്നതെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. ആൻഡ് നമ്മൾ ഒട്ടും ബ്ലൂടൂത്ത് കോളിംഗ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 to 7 ഡേയ്സ് വരെ ഇത് ഫുൾ ചാർജിങ്ങിൽ ബാറ്ററി ബാക്കപ്പ് തരും. ബിൽഡ് ക്വാളിറ്റിയും ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ഒരു പ്രീമിയം വാച്ചിൻ്റെ ലുക്ക് തന്നെ ഇത് തരുന്നുണ്ട്. പിന്നെ 2500 രൂപയ്ക്ക് ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ്, ജസ്റ്റർ കൺട്രോൾ, വോയിസ് കൺട്രോൾസ്, ഇതൊക്കെ തന്നെ ആപ്പിളിൻ്റെ ഫീച്ചേഴ്സാണ്. പിന്നെ ലുക്ക് വൈസും ഒരു ആപ്പിളിൻ്റെ വാച്ചിട്ട് ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ്. പിന്നെ ഹാമർ അത്ര ഒരു മോശം കമ്പനിയൊന്നുമല്ല, അതുകൊണ്ട് നമുക്കൊരു നല്ല ലൈഫ് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആണ് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye.